വേഗം മോനെ. വിജയ, ഇത് പോയ്സണ്, വെറും വിഷമല്ല, കിങ് കോബ്രയുടെ വിഷം. ഇതുകൊണ്ട് നിന്റെയോ മക്കളുടെയോ ദേഹത്തൊരു പോറൽ വീണാ മതി, അതോടെ തീരും. വരദേ, എടി വരദേ. എടുത്തി, അയാള് നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. ഇവിടെ നിൽക്കണ്ട, വാ. ഏട്ടത്തി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കാം. എടുത്തി, എന്തായാലും ആപത്തൊന്നും സംഭവിക്കാതെ അവന്റെ കയ്യിൽ പെടാതെ ഇങ്ങ് എത്തിപ്പറ്റിയല്ലോ. നമുക്ക് അകത്തിരിക്കാം, വാ. ശരി സാർ. പിന്നെ ഏട്ടത്തി മക്കളും ആകെ ഭയന്നിരിക്കുക, അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ കാണും. ശരി സാർ, ഓക്കെ. ദേ, സുഗുണപാല സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവരിപ്പോ ആളെ വിടാമെന്നാ പറഞ്ഞു. പിന്നെ വരദേ, നീ എപ്പോഴും ഏട്ടത്തിയുടെ കൂടെ തന്നെ കാണണം കേട്ടോ. ഞാനിപ്പോ വരാം. നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞാൻ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയിട്ട് വരാം. അപ്പൊ ജയേട്ടനെ വിവരം അറിയിക്കണ്ടേ? വേണ്ട, ഇപ്പൊ ആരെയും ഒന്നും അറിയിക്കണ്ട. സുഗുണപാല സാറ് എന്തോ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാധിച്ചാൽ ഇവിടെ വെച്ച് തന്നെ അവനെ പിടിക്കും. നീ വാതിലടച്ചേക്ക്. ഏട്ടത്തി ടെൻഷൻ ആവാതിരിക്കേ, ഞങ്ങൾ കൂടിയില്ലേ. ഇതിനകത്ത് കയറി അയാൾ ഒന്നും ചെയ്യില്ല. പോലീസിന്റെ സഹായവും നമുക്ക് കിട്ടും. അയാളെ ഇന്ന് രാത്രി എന്നെ പിടികൂടുമെന്നല്ലേ സുഗുണപാലൻ സാർ പറഞ്ഞത്. എന്റെ മക്കളോടൊപ്പം സമാധാനമായി ജീവിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പേടിക്കണ്ട, എന്ത് വന്നാലും നിങ്ങൾക്കാർക്കും ഒരു ആപത്തും വരില്ല. ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ ഓർത്ത് എനിക്ക് പേടിയില്ല. എന്റെ മക്കളെ അയാളൊന്നും ചെയ്യരുത്. ഏട്ടത്തേക്കാൾ വലിയ ശത്രു അയാൾക്കിപ്പോ ഞാനായിരിക്കും. ഒപ്പം നടന്ന് ചതിച്ചത് ഞാനല്ലേ. ഇതിലെന്ത് ചതി? ഏത് തെറ്റിന്റെ വഴിയെ പോകുന്ന ആളായാലും ഒരു ദിവസം അയാൾക്ക് ശരിയുടെ പാതയിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാളൊരു കുറ്റവാളിയായി ജീവിച്ച ആളൊന്നുമല്ല. പക്ഷെ അനുഭവിച്ച ജീവിതം അയാളെ ഭ്രാന്തനും കുറ്റവാളിയുമാക്കി. ഇന്ന് അയാളൊരു ഭ്രാന്തൻ കൊലയാളിയാണ്. അയാളെ ജയിലിലാക്കി ജീവിതം നശിപ്പിച്ച എന്നോടുള്ള പകയും വൈരാഗ്യവും അയാൾ എങ്ങനെ മറക്കും? അയാൾ എന്നെ കൊല്ലും. വരദേ, എനിക്കെന്ത് പറ്റിയാലും സാരമില്ല. പക്ഷെ എന്റെ മക്കള്... ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, നിങ്ങളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് അയാൾ എന്നെ കൊല്ലണം. വരദേ, നീ മോനും കൂടി ഇവിടെ കിടന്നു, ഞാൻ പുറത്തുണ്ടാവും. ഏട്ടത്തി ധൈര്യമായിരിക്കും. നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല. വരദേ,
ഡോറടച്ചേക്ക്. ഏട്ടത്തി പേടിക്കണ്ട, അയാൾ ഇങ്ങോട്ട് വരില്ല. വരരുത്, കൊല്ലും ഞാൻ. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. മോളെ ഒന്നും ചെയ്യില്ലേ? കൊല്ലും ഞാൻ. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. സിദ്ധാർത്ഥ, നീ വന്നോ? നിന്റെ ഒരു കുറവും കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നടക്കാൻ പോകുന്ന കാഴ്ച നീയും കാണണം. മാളുവിനെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് മോളെ വിടാനാ പറഞ്ഞത്. സിദ്ധാർത്ഥ, ഞാൻ യാചിക്കുക, എന്റെ മോളെ ഉപദ്രവിക്കരുത്. നീ വലിയ മിടുക്കിയല്ലേ? അന്ന് എന്റെ കയ്യിൽ നിന്ന് ഇവളെ നീ രക്ഷിച്ചു. കഴിയുമെങ്കിൽ നീ ഇപ്പൊ ഇവളെ രക്ഷിക്കും. എടാ, അടുത്തു വരരുത്. ആരെങ്കിലും എന്നെ നേരെ വന്നാ ഇത് ഇവളുടെ കഴുത്തിൽ ഞാൻ കുത്തിയിറക്കും. പിന്നെ ഒരു 10 സെക്കൻഡ് തികച്ചു വേണ്ട, ഇവൾ ഇവിടെ കിടന്ന് പിടഞ്ഞു മരിക്കും. സിദ്ധാർത്ഥ, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന നിന്റെ പക തീരോ? കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോ? എനിക്ക് വേണ്ടത് ഇവളെയാ. ഇവളെ കിട്ടിയാൽ ഞാൻ ഈ കൊച്ചിന് വിടാം. വാടിവിടെ വരാൻ, മര്യാദയ്ക്കൂടെ വാ. വരാനല്ലേടി പറഞ്ഞത്? ജീവൻ വേണമെങ്കിൽ മാറി നിൽക്കുക. വിഷമാണത്. നിന്റെ കയ്യിൽ നിന്ന് പോറിയാ മതി. നീ ഇവിടെ മരിച്ചു വീഴും. വിടണ എന്നെ. വിടാതെ പറഞ്ഞു. വിടാൻ. വിടണ എന്നെ. വിടാതെ പറഞ്ഞത്. പറഞ്ഞത് വിജയ. വിജയ, നീനോട് ക്ഷമിക്കണം. ഞാൻ മോനെ 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 നീ അമ്മയെ നോക്കിക്കൊള്ളണടാ. വെറുതെ നമുക്ക് ആശുപത്രി പോവാം. വിജയേട്ടാ, എഴുന്നേക്ക്. പോവാ, എഴുന്നേക്ക്. വിജയേട്ടാ, വേണ്ട, ഞാൻ
ഏട്ടത്തി ഏട്ടത്തി ഞാൻ ഏട്ടത്തിയോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണിത്. എന്നോട് എന്നോട് ക്ഷമിക്കണേ ഏട്ടത്തി. ചേട്ടനോട് ഈ അനിയനോട് ക്ഷമിക്കാൻ പറയണേ. പോവാ പാപ്പ. വിജയ വിജയ സാറേ, എന്റെ വിജയേട്ടനാ ദുഷ്ടൻ. എന്നിട്ട് അവനെവിടെ? നോക്ക് സർ, ഇവിടെ ഇല്ല സർ, ബാത്റൂമിൽ നോക്ക്. സർ, വെന്റിലേറ്ററിന്റെ ഗ്ലാസ് പൊടിച്ച് രക്ഷപ്പെടാം. വാ വിജയേട്ടാ, ഒന്ന് എഴുന്നേക്ക് വിജയേട്ടാ. വിളിക്കുന്ന കേട്ടില്ല, എഴുന്നേക്ക്. ഹലോ, എപ്പോ? ഞാനിപ്പോ വരാം. എന്തു ചേട്ടാ, എന്തു പറ്റി? പോയി, വിജയം പോയി. വിജയനെ അവൻ കൊന്നു. ഈശ്വര, വിജയേട്ടാ, വിജയേട്ടാ ഒന്ന് എഴുന്നേക്ക് വിജയേട്ടാ. എടുത്ത് എന്റെ വിജയേട്ടൻ. വിജയേട്ടാ, എഴുന്നേക്ക് വിജയേട്ടാ. വിജയേട്ടാ, വിജയ, വിജയ, വിജയേട്ടൻ പോയി. വിജയേട്ടൻ പോയി. എന്റെ കുഞ്ഞിന് അച്ഛനില്ലാണ്ടായി. വിജയ, നീ പോയടാ വിജയ. വിജയേട്ടാ, വിജയേട്ടാ, വിജയ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയല്ലോ ലേഖേ. ഒന്നെണീക്കടാ. അയ്യോ, പോയി എന്റെ വിജയേട്ടാ പോയി. നിന്റെ ഏട്ടനാ. വിജയേട്ടാ, സുഗുണ, കണ്ടില്ലേ, വിജയേട്ടാ, എന്റെ വിജയം പോയി. വിജയേട്ടാ. എന്റെ വിജയനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലോ സുഗുണ. ജയ, സിദ്ധാർത്ഥൻ രക്ഷപ്പെട്ടു. വിജയേട്ടാ, ഒന്ന് കണ്ണുറക്ക് വിജയേട്ടാ. മോനെ, വാ. കരയില്ലേ മോനെ, കരയില്ലേ?
ഇനി ഒരു നിമിഷം അവളെ അവിടെ നിർത്താൻ പാടില്ല. എത്രയും വേഗം വിളിച്ചോണ്ട് വരണം. ഞാൻ ഇത് നേരത്തെ പറഞ്ഞതല്ലേ. അന്ന് വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാവുമായിരുന്നോ? ഇതിപ്പോ എന്തിന്റെ പേരിലായാലും അയാള് മരിക്കാൻ ചേച്ചി ഒരു കാരണക്കാരിയായില്ലേ? എല്ലാം അവളുടെ എടുത്തിയാട്ടം കൊണ്ട് സംഭവിച്ചതാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാരുതി. വിജയന്റെ സമയം തീർന്നു കാണും. ദൈവം വിധിച്ച സമയത്തിനപ്പുറം ഒരു നിമിഷം കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമോ മാരുതി? അത്രയ്ക്ക് നിസ്സാരമാ മനുഷ്യരുടെ ജീവിതം. അതറിയാതെ അഹങ്കരിക്കുന്ന മനുഷ്യനെ കുറിച്ച് വിധി എന്നല്ലാതെ എന്തു പറയാൻ. ഇതിപ്പോ നമ്മുടെ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയാ അവൾ ഈ തീരുമാനമെടുത്തത്. ഈ വീട്ടിൽ നടക്കേണ്ടിയിരുന്ന മരണമായിരുന്നടി അത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അവളെ നമ്മൾ നിർബന്ധിച്ചപ്പോ അവള് വന്നിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ അവളെ തേടി വരുന്നത് നേരെ ഇങ്ങോട്ടായിരിക്കും. എന്നെ നിലയ്ക്ക് ദേവരെ ഓർക്കുമ്പോ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി മനഃപൂർവ്വം വരാത്തതായിരുന്നു. ഇല്ലെങ്കിൽ അയാൾക്ക് പകരം എന്റെ പുണ്യാള. അതെ, വിജയന് പകരം ഞാനോ ഇവനോ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടേനെ. സത്യത്തിൽ അവളുടെ തീരുമാനം നമ്മളെ രക്ഷിക്കുക ചെയ്തത്. പക്ഷെ എന്ന് കരുതി ഇനി ചേച്ചിയോട് നിർത്താൻ പറ്റില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് അവളെ പോയി വിളിച്ചോണ്ട് വരാൻ. വിജയേട്ടനെ കൊന്നിട്ട് അയാൾ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, അയാൾ ഇനിയും വരും. ചേച്ചി കൊല്ലാൻ ശ്രമിക്കും, അത് ഉറപ്പാ. അതിനു മുമ്പ് ചേച്ചി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ. അവളെയും മക്കളെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല രാജേട്ടാ. നിങ്ങൾ കൂടി പോയി അവരെയും കൊണ്ടുപോവാ. വരുന്നതൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് അനുഭവിക്കാം. ചെല്ലച്ച, ഇനി ഒട്ടും താമസിക്കണ്ട. നന്ദൂട്ട, ഇപ്പൊ തന്നെ പോ. ആലോചിച്ച എനിക്കത് വേഗം ചെല്ലേ. നീ വാടാ. എന്റെ ഭഗവതി, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? എന്തായടാ, അവനെ കിട്ടിയില്ലേ? ഇല്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. പോലീസിന്റെ 3 ടീം അയാൾ തിരയുന്നുണ്ട്. സോണ, വരതയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ചെയ്ത പാപത്തിന്റെ ഫലം ദൈവം നൽകിയത് ഇങ്ങനെയാ. അങ്ങനെ സമാധാനിക്കാം. ഇനിയിപ്പോ അതല്ലേ കഴിയൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്കിങ്ങോട്ട് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. വരദ, അകത്തുണ്ട്. ഞാനൊന്ന് കയറി കണ്ടോട്ടെ. ഒരു പ്രാന്തം ചെയ്തതിന് നിങ്ങളോട് ശത്രുത കാണിച്ചിട്ട് എന്താ കാര്യം? എന്നാലും വിജയൻ പോയത് ഒരു വേദന തന്നെയാ ഞങ്ങൾക്ക് എന്നും. അതുപോലെയല്ല. മോളെ, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല. ഞാൻ അവനെ പെറ്റ അമ്മയാ. മാപ്പ്. നിന്നോട് മാപ്പ് ചോദിക്കാൻ ഈ അമ്മയ്ക്ക് കഴിയും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ സൂക്ഷിക്കണമെന്ന്. ഇനി അവൻ ചെയ്തു കൂട്ടാൻ പോകുന്ന എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല. മോളെ, ഇപ്പൊ പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറയുക. മോള് ഞാറക്കിലേക്ക് തന്നെ മടങ്ങിപ്പോണം. Yeah.